എന്താ ഈ വിളക്കിന് അത്രയ്ക്ക് വിലയാണോ അമ്മ? ഇത് വിളക്കിന് വിലയില്ലേ? അത് സാധാരണ വിളക്കാണോ അത്? രാജാവ് തന്ന വിളക്കാ, രാജാവ്. നിസാര കളിയാ. എന്നിട്ട് ഒരു മനുഷ്യന് കാണാതെ അത് കൊണ്ടുപോയി പറ്റിച്ച് പണി. അപ്പോഴേ ഡാഡിക്ക് കുഴപ്പമാവോ? പിന്നെ ഡാഡിക്ക് കുഴപ്പമാവണല്ലോ. ഇതെന്തത്ര അഹങ്കാരം? എന്താ എന്തെങ്കിലും ഒരു സാധനം കിട്ടി അത് അപ്പൊ തന്നെ അങ്ങോട്ട് അത് വിറ്റങ്ങോട്ട് കാശാക്കണമെന്ന്? അങ്ങനെ വിൽക്കണമെങ്കിൽ പാലാ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടേ വിൽക്കട്ടെ. അറിഞ്ഞാണില്ല. പിന്നെ എന്തോ നിങ്ങൾ കട്ടിലെടുത്ത് നിൽക്കാൻ നോക്കുകയാണോ ഇനി? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ ഞാൻ പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞു? നിങ്ങൾ എന്ത് കാര്യത്തിന് അത് കൊണ്ടുപോയി വിൽക്കുന്നത്? കള്ളു കുടിക്കാനാണ്? അല്ലെങ്കിൽ പാർട്ടീനെ മറ്റേ അങ്ങോട്ട് കയറ്റി വെക്കാൻ വേണ്ടിട്ടോ? വിറ്റില്ല, അത് കാണാതെ പോയി. അയ്യോ, കാണാതെ പോയ ചരിത്രം ഒന്നും പറയണ്ട. 500 ആൾക്കാർ നിൽക്കുമ്പോഴത്തേന് നിങ്ങളുടെ വിളക്ക് മാത്രം കാണാതെ പോണ വിളക്കിന് എന്താ കയ്യും കാലും ഉണ്ടോ? എന്നിട്ട് ഇത്ര നാളും ആ പാവം അമ്മേനെ നിങ്ങളിട്ട് വട്ട് കളിപ്പിച്ചില്ല. എന്നാ അത് കാണാതായില്ല എന്ന് പറയണം. കാണാതായി എന്ന് പറയണം. പിന്നെ ഞാനും അതുപോലത്തെ വിളക്ക് എവിടെയെങ്കിലും കിട്ടുകയും മേടിച്ചു കൊടുക്കാം. അങ്ങനെ കാണടി, നിന്റെ അഴ കള്ളത്തരം കാണും. അതേപോലത്തെ വിളക്ക് മേടിച്ചു തരാൻ. അതേപോലത്തെ വിളക്കൊന്നും ഒന്നും കിട്ടില്ല. അത് രാജാവിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയതാ. ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിക്കാനായിട്ട്. നിങ്ങളുടെ പാലാ വീട്ടിൽ ഇങ്ങനെയായിരിക്കും. ഓട്ടുകിണ്ടിയും വിളക്കൊക്കെ എടുത്ത് വിറ്റ് നിങ്ങൾ അതുകൊണ്ട് കള്ളുപിടിക്കുമായിരിക്കും. ഇവിടെ ഒന്നും നടക്കൂല ക്ലീറ്റോ. എന്ത് കള്ളത്തരം കാണിച്ചാലും 2 ദിവസം കഴിയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ അങ്ങ് മറക്കും എന്നുള്ള ഉറപ്പാ ഇതിന്റെ കാരണം. എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ തലയും കുമ്പിട്ട് നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താ ഒരു പോം വഴി പറയാൻ നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റൂല്ലെങ്കിലേ കനകം പറഞ്ഞത് കേട്ടല്ലോ, നിക്കണ്ടാന്ന്. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഞങ്ങളുടെ വിളക്ക് ഇവിടെ കൊണ്ടുവരാതെ ക്ലീറ്റ് ഇനി ഇവിടെ നിക്കണ്ട. പൊക്കോ, നിങ്ങൾ ഉള്ളത് തന്നെ വലിയ ചടങ്ങാ ഇവിടെ. എന്തോന്ന് നോക്കണത് നീ? എന്തൊരമ്മ? മറങ്ങോട്, കിടക്കം കൂടെ. അനേകം മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വിളക്ക് പോലും ധൈര്യത്തിന് പുറത്തു വെക്കാൻ പറ്റാത്ത അവസ്ഥയെ. ഇനി വലിയ അലമാരി മേടിക്കണം, പാത്രങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി വെക്കണം. അല്ലെങ്കിൽ അതും കൊണ്ടുപോകും. കിടക്കടി അവിടെ. ഡാഡി ഞങ്ങളുടെ മുത്തശ്ശന്റെ വിളക്കേ കളിച്ച കളിയാ. ക്ലീറ്റോ, 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 കനക, എടാ കനക, ക്ലീറ്റോ, എടാ ക്ലീറ്റോനെ കാണാനില്ല. ക്ലീറ്റോനെ കാണാനില്ല. അവിടെ ഇല്ല. ഇല്ല, വാതില് തുറന്ന് കിടപ്പുണ്ടായിരുന്നു. ക്ലീറ്റോ, ക്ലീറ്റോ, അയ്യോ എടാ, എടാ ഡ്രസ്സും ബാഗും ഒന്നും കാണണില്ല. ഡ്രസ്സും ബാഗും ഒന്നും കാണണില്ല. ബാഗൊന്നുമില്ലേ? ഇല്ല. കനക മര്യാദക്ക് ക്ലീറ്റോനെ വിളിച്ചിട്ടോ? നീ കാരണം ക്ലീറ്റോ പോയത്. എടി അപ്പുറത്തെങ്ങാണ് നോക്ക. അവിടെ പോയതായിരിക്കും. നീ എന്തൊക്കെ പറഞ്ഞല്ല ക്ലീറ്റോനെ? ഒരു വിളക്ക് കാണാനില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോവരെ പറഞ്ഞില്ലേ? തല്ലില്ലാന്നുള്ളൂ. ഒന്നും അറിയണ്ടേ. ഞാൻ പറഞ്ഞ അത്രയൊക്കെ ഉള്ളൂന്ന് ക്ലീറ്റോനെ അറിയാം. ഞാൻ പറഞ്ഞ പോലെയാണ് നീ പറയണത്. അതൊക്കെ അറിയണേ എന്തിനാ? വിളിച്ചിട്ട് വരാം. അല്ലെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറയാതെ പോവോ? വിളിച്ചിട്ട് എടുക്കണില്ല. ഇത്രയ്ക്കൊക്കെ പോകത്തൊക്കെ കാര്യം എന്തോന്നാണ്? ഇവൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാം? വിളക്കിന്റെ കാര്യം പറഞ്ഞോണ്ട്. നീ ഒന്നും പറഞ്ഞില്ലേ? നീ ഒന്നും പറഞ്ഞില്ലേ? നീ ഒന്നും പറഞ്ഞില്ലേ? ഞാനെന്താ പറഞ്ഞത്? എന്തിനാടാ നീ ഇതിൽ ഇടപെടാൻ പോയത്? അത് ഞങ്ങൾ തമ്മിൽ അങ്ങ് തീർക്കത്തില്ലായിരുന്നാ? അമ്മ ഇവിടെ വിഷമിച്ചിരുന്നത്. അമ്മ എന്നോട് പറഞ്ഞത് അവൻ വിളക്കെടുത്തോണ്ട് പോയെന്ന്. അവൻ കാണിച്ച് ശരിയാണ്. വീട്ടിൽ ഇരുന്ന വിളക്ക് അമ്മ വളരെ ഇതായിട്ട് കാണുന്ന ഒരു വിളക്കെടുത്തോണ്ട് വിറ്റ് അവനെ ഞാൻ പൂജിക്കണം. അത് അമ്മയുടെ അല്ല, നിന്റെ അല്ലല്ലോ. നീ പിന്നെ അമ്മ എന്റെ അടുത്തല്ലേ പറഞ്ഞത്? ഇടപെടുന്നത് അവൻ കാണിച്ച് ശരിയാണോ? അവൻ കാണിച്ച മഹാ മോശമല്ലേ? മോശമാണെങ്കിൽ അമ്മ ചോദിച്ചോളൂ. അമ്മ ചോദിക്കാൻ കിട്ടണ്ടേ? അവൻ അങ്ങോട്ട് ഓടിപ്പോയല്ലേ? നീ അവിടെ കാണും ഒന്ന് പോയി തിരക്കിയിട്ട് വാ. എവിടെ പോയാൻ? നീ അങ്ങോട്ട് എവിടെ പോയിട്ടാണെങ്കിലും വേണ്ടില്ല. ക്ലീറ്റോനെ മര്യാദക്ക് വിളിച്ചിട്ട് വന്നോ?
നീ അങ്ങനെ ഏട്ടാ, ഒരുപാട് ഒന്ന് വലിയ പൊയ്ക്കോ, ആളൊന്നും ചെല്ല്. കളിക്കണ്ട ഇവിടെ. ഞാൻ ഇവിടെ പോയി വിളിക്കാനാ എവിടെങ്കിലും പോയി വിളിക്കുന്നേ ഞങ്ങളല്ലേ ഉണ്ടാക്കി വെച്ചത്. ബാഗുമൊക്കെ എടുത്തോണ്ട് പോയെന്നല്ലേ പറയുന്നത്, നീ ഓടി അങ്ങോട്ട് ചെല്ലെന്ന്. എനിക്ക് വയ്യ. ശ്ശോ, ഇതിപ്പോ അവൻ ഇനി വരുമായിരിക്കും. വരൂല്ല, ക്ലീറ്റന്റെ അമ്മ അതിന് പറഞ്ഞു. വിളിച്ചപ്പോ എന്താ പറയുന്നത് കേട്ടാ? ഒന്ന് പോയി നോക്കേട്ടാ. എടി ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചോട് എന്ത് ഞാനോട് കരണം തരും മാമ. ഇന്നലെ ആ പാവത്തിന്റെ ഇരിപ്പുണ്ടപ്പോ എനിക്ക് പാവം തോന്നി, അറിയാവോ? പിന്നെ അവൻ കാണിച്ചു തന്ന അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലായിരുന്നല്ലോ. നീ കൊണ്ട് കേസ് അവനെ വിശ്വസിക്കാൻ പറഞ്ഞു. അങ്ങനെ വിശ്വസിക്കാൻ അവനെ ഇത്രയും നാൾ ഇവിടുന്ന് ഓരോരോ സാധനങ്ങൾ എടുത്തോണ്ട് പോകും. ഇവൻ കാണിച്ചു വെക്കുന്ന ഓരോ ഇതിനും നമ്മൾ കൂട്ടി വയ്ക്കും. ആ ദിവസം പറഞ്ഞ് അവൻ കൂട്ടിക്കൊണ്ടിരുന്ന അമ്മ എന്താ അമ്മയുടെ അച്ഛന് കിട്ടിയ വിളക്കല്ലേ അത്? അത് ക്ലീറ്റോ ചേട്ടൻ കൊണ്ടുപോയെങ്കിൽ തിരിച്ചു കൊണ്ടുവരും. എവിടെ കൊണ്ടുവരും? കൊണ്ടുവരും. ഓ അവൻ എടുത്ത് വിറ്റ് പുട്ടടിച്ച്. അത് ചേട്ടൻ എങ്ങനെ അറിയാം? ആ എനിക്കറിയാം, അവനെനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അവനെ വിശ്വസിക്കാൻ പറഞ്ഞു. അവനെ ഒരു കാലത്ത് ഞാൻ വിശ്വസിക്കൂല. പിന്നെ പിന്നെ ഇനി അന്വേഷിക്കണേ ഞാൻ അന്വേഷിച്ചോളാം. ഒന്ന് പോയി അന്വേഷിക്കണം. നീ കാരണം ക്ലീറ്റ് ഇറങ്ങിപ്പോയത് അന്വേഷിച്ചേ പക്ഷെ പറ്റുള്ളൂ. വിളക്കം കൊണ്ടുവരണം. വിളക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ. അവനോട് മാറി കയറി എവിടെങ്കിലും. ഒന്ന് പോയി നോക്കേട്ടാ, വാച പഠിച്ചോണ്ട് നിൽക്കാതെ. പാർട്ടി ഓഫീസിൽ ചെന്ന് നോക്കടാ. പാർട്ടി ഓഫീസ് അമരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? അവൻ പോവില്ല, അകത്തുണ്ടാവും. എനിക്കറിയാം. കനക, അവൻ പോകും. എന്ത്? സമാധാനപ്പെടും. ഒന്ന് പോയി നോക്ക്. പോവാന്ന് പറഞ്ഞില്ലേ? ഒന്ന് വിളിച്ചു നോക്കടാ. ഉറങ്ങിയത് കൊണ്ട് വിളിക്കണ്ടെന്ന് വെച്ചിട്ട് പോയതായിരിക്കും. ഒന്നുമല്ല, പിന്നെ വെളുപ്പിന് എഴുന്നേറ്റല്ലേ പാർട്ടി ഓഫീസിൽ പോണ എല്ലാവരും. ബാഗെല്ലാം പറഞ്ഞുകൊണ്ട് പോയി എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ എവിടെ വെച്ച് കണ്ടായിരുന്നു നന്നായി. ഞാൻ പാർട്ടി ഓഫീസിലേക്ക് വരാൻ പോയായിരുന്നു. നേതാവ് അവിടെ പോയി. അതല്ലേ ക്ലീറ്റസിനെ രാവിലെ തൊട്ട് കാണാനില്ല. ഞങ്ങൾ ഇത്ര നേരം അവിടെ ഇരിക്കുകയായിരുന്നു. അവ ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. നിങ്ങൾ കണ്ടില്ലേ? ഇല്ല. സത്യമാണോ? സത്യം. അവൻ കാണിച്ച ഭയങ്കര മോശമായിപ്പോ. അവൻ എവിടെ പോയി വിളിച്ചിരുന്ന ഞാൻ അവനെ പൊക്കും. അതായത് എന്റെ അമ്മയുടെ അച്ഛന് തിരുവിതാംകൂർ മഹാരാജ ഒരു വിളക്ക് കൊടുത്തിരുന്നു. ഷിബു ഉടായ്പ കാണിക്കുന്ന എന്റെ അടുത്ത് ഞാൻ പറഞ്ഞുണ്ട്. രാജാവിന് ഒരു വിളക്ക് അപ്പൂപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിളക്കാണ് അന്ന് എടുത്തിട്ട് വന്നത് അവിടെ. അതിലെ ദേശായുടെ ഫംഗ്ഷൻ ഉണ്ടോ? ആ വലിയ വിളക്ക്. ആ വിളക്ക് അവിടെ. കനക അതെന്താ സംഭവിച്ചെന്നറിയോ? ആ വിളക്ക് നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്തിട്ട് ആക്രിക്കാരന് കൊടുത്തു. അയ്യോ അല്ല, ഞങ്ങൾ വിറ്റിട്ടില്ല. പിന്നെ ഞാൻ പറയുന്നത് കേക്ക്. അതായത് ആ വിളക്ക് പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവനെ ഏൽപ്പിച്ചതാണ്, നടനാണ് ഏൽപ്പിച്ചതാണ്. ഞാൻ വിളക്കിനടുത്ത് വെച്ചിട്ട് കരിക്കെടുക്കാനായി പോയിരുന്നു. വിളക്ക് അവിടെ വെച്ചിട്ട് ഇവൻ കരിക്കാരൻ വന്നപ്പോൾ കരിക്കാരൻ്റെ പുറകെ പോയി. നമ്മൾ തിരിച്ച് കരിക്കാരനെ സെറ്റിൽ ചെയ്ത് തിരിച്ചു വരുമ്പം വിളക്ക് കാണാനില്ല. എന്നിട്ട് വിളക്ക് കാണാനില്ലെന്ന് അത് ആരും അടിച്ചു മാറ്റി അവിടുന്ന്. ഞങ്ങൾ ഇത് സത്യമാണ് കനക. ലോകത്തെ ഏറ്റവും വലിയ കള്ളന്മാർ നിങ്ങളെ പഠിച്ചിട്ട് പോകാനാ. കനക ഇത് ഞങ്ങൾ പറയുന്നത് സത്യമാണ്. ക്ലീറ്റസിനാണെങ്കിൽ 2 ദിവസമായിട്ട് അത് പറഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു ക്ലീറ്റസ്. പിന്നെ എന്തോ കനക എന്തോ വീട്ടിലെന്തോ പ്രശ്നമായി ഇറങ്ങി പോകാൻ പറയാതെ തന്നെ അവൻ കാണിച്ച മോശമല്ലേ? അമ്മയുടെ 2 ദിവസമായിട്ട് ഒരു ഭാഗം കഴിക്കാതിരിക്കുക. അമ്മയുടെ സങ്കടം കാണാൻ എനിക്ക് പറ്റൂല. ഞാൻ ഒരു കാര്യം പറയാം, ഒന്നുകൂടെ പറയണം. നിങ്ങൾ എന്ത് ഉടായ്പ കാണിച്ചു, പക്ഷെ വീട്ടിൽ കയറി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ എപ്പോഴും പറയാം നിങ്ങളുടെ കൂടെ നടക്കരുതെന്നാണ് ഞാൻ പറയാറുള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയണത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സത്യം പറയാനുള്ളത്. കനക ഞങ്ങളത് എടുത്തിട്ടില്ല. അത് ആരോ മനഃപൂർവ്വം അവിടെ നിന്ന് അടിച്ചു മാറ്റി പോയതാണ് ആ വിളക്ക്. സത്യമാണ്. ഞങ്ങൾ എടുത്തിട്ടില്ല എന്നത്, അത് മോഷണം പോയതാണ് അവിടുന്ന്. സത്യമായിട്ടും ഉള്ള കാര്യമാണ് ഈ പറഞ്ഞത്. മോശം ആ ഇത്തിരി ആളുള്ള സ്ഥലത്ത് ഒരു ആരെടുത്തോണ്ട് പോകാനത്? അതിപ്പോ എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ വിചാരിച്ച സാധനം നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ തിരിച്ചു മറിച്ച് തിരിപ്പൊക്കെ ഉള്ള നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലോ. അയ്യോ അതൊന്നും അല്ല ഇതിൽ സംഭവിച്ചത്. ഇത് കാരണം ക്ലീറ്റസിന് എന്ത് വിഷമത്തിലാണെന്ന് പറയാം. 2 ദിവസമായിട്ട് ക്ലീറ്റസ് നടക്കുന്നത്. തങ്കവും പറഞ്ഞത് വീട്ടിൽ കയറരുത്. അവന് പറഞ്ഞു പോകില്ലേ? അപ്പം നമ്മളെല്ലാം വിചാരിച്ചത് ചില അവൻ എടുത്തതാണ്. അപ്പം അവൻ എടുത്തില്ലേ പിന്നെ അത് പിന്നെ ആരെടുത്തുന്നുള്ളതാണല്ലോ ശരി. ഞാനാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഞാൻ സാറിന് എന്തോന്നല്ല അവൻ്റെ കൂടെ നിൽക്കുന്നത്. വഴക്കൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇനി ആ വിഷമത്തിലങ്ങനെ അങ്ങോട്ടെങ്കിലും മാറിപ്പോയതാണോ ക്ലീറ്റസ്? അല്ല ആളെ കാണുന്നില്ലല്ലോ. ഇന്ന് രാവിലെ കാണാമെന്ന് പറഞ്ഞു ഞങ്ങൾ. ഞാനും കുറേയൊക്കെ അന്വേഷിച്ചായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ പോകാൻ വേറെ എങ്ങോട്ട് പോകാൻ മാറും? സാധാരണ ഇങ്ങനെ മാറി പോകുന്നില്ല. അവൻ ബാഗൊക്കെ എടുത്താ ഇറങ്ങിയത്. ബാഗും ഡ്രസ്സും ഒക്കെ എടുത്താ പോയത്. ബാഗ് കൊണ്ടുപോയോ? അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ സ്ഥലം വിട്ട് പോയത്. എവിടെ പോകാൻ? എവിടെയെങ്കിലും പോയി കാണും, സ്വസ്ഥത ഉള്ള സ്ഥലത്ത് പോയി കാണും. നിങ്ങളെല്ലാവരും അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങിയപ്പോൾ സമാധാനമായല്ലോ ഒരു വിളക്കിൻ്റെ കാര്യത്തിന്.
എന്തെങ്കിലും വിവരം കിട്ടി വിളിക്കണേ. ഓ അമ്മ എന്താ അമ്മ എന്താ പാർട്ടി ഓഫീസിലൊക്കെ പോയിരുന്നു, അവിടെ അമ്മരെ കണ്ടിരുന്നു അനുസാറിനെ. അയ്യോ ഇത് ക്ലീറ്റോ ചേട്ടൻ. ഏട്ടാ ഏട്ടാ അമ്മേ ഇങ്ങോട്ട് വന്നേ. നാത്തൂനെ നാത്തൂനെ താരം വന്നേക്കണേ നോക്ക്. ക്ലീറ്റോ ഇത് എവിടെയായിരുന്നു? അമ്മേ ഞാൻ അമ്മേരെ അന്ന് മീറ്റിങ്ങിന് വേണ്ടി എടുത്തുകൊണ്ട് വിളക്കാം തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടുവരാൻ ഇച്ചിരി വൈകിപ്പോയി, അതിന് ക്ഷമിക്കണം. അതിന് സാരമില്ല. ക്ലീറ്റോ എന്നോട് ക്ഷമിക്ക് ക്ലീറ്റോ. വേണ്ട, ഞാൻ എന്താണ്ടൊക്കെ പറഞ്ഞു. ചുമ്മാക്ക്. സാരമില്ല. ഇതിപ്പോ എവിടെ നിന്ന് കൊണ്ടത്? ഞാനിതൊരു ആക്രിക്കാരന് മറിച്ച് വിറ്റു, അയാൾക്ക് കൂടുതൽ പൈസ കൊടുത്തിട്ട് തിരിച്ച് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ എഴുതി കേട്ടെ. അങ്ങനെ ഇരിക്കണ്ട, നീ യഥാർത്ഥ കാര്യം പറ. ക്ലീറ്റസ് കള്ളനാണല്ലോ, കള്ളൻ. അത് എല്ലാവരുടെ മുമ്പിൽ കള്ളൻ ക്ലീറ്റസ്. ആക്രിക്കാരൻ്റെ മേടിക്കാൻ ഒരാഴ്ച എന്തിന്? നീ യഥാർത്ഥ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ. നീ എല്ലാം എടുത്തത് ഞങ്ങൾ അറിഞ്ഞു. നീ മോഷ്ടിച്ചുകൊണ്ടതും അല്ല, നീ ആക്രിക്കാരന് കൊടുത്തതല്ലെന്ന് ഞങ്ങൾ അറിഞ്ഞു. നീ കാര്യം പറ. പറ മോനെ. അന്ന് വിളക്ക് കാണാതെ പോയപ്പോൾ എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ആ അന്ന് രാത്രി ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു. വെറുതെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ നേതാവില്ലേ അന്ന് വന്ന യശ്വന്ത് സഹായി, അയാൾ ഫേസ്ബുക്കിനകത്തൊരു ഫോട്ടോ ഇട്ടിരുന്നു. ആ ഫോട്ടോയിൽ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ വിളക്കിരിക്കുന്ന അയാളുടെ വീട്ടിൽ ബാക്കിൽ. ഡൽഹിയില്ല? ഓ, അയാൾക്ക് ഈ ചില സാധനങ്ങളോട് ഇഷ്ടം തോന്നിയാ അയാൾ അത് എടുത്തുകൊണ്ട് അങ്ങ് പോകും. അങ്ങനെ ഒരു അസുഖമുണ്ട് അയാൾക്ക്. ആ, പിന്നെ ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ ഡൽഹിക്ക് വിട്ടു രാത്രി. എൻ്റെ മോൻ എന്ത് കഷ്ടപ്പെട്ട് കാണും. ദൈവമേ, എന്തായാലും കിട്ടിയല്ലേ, അത് മതി. ഇവിടെ പരിപാടി നടന്ന സമയത്ത് ആ യശ്വന്ത് സഹായം അയാളുടെ വേറൊരു സഹായം കൂടി ഈ വിളക്കടിച്ചുകൊണ്ട് പോയി. ഒരു ഭയങ്കരമായി പോയി. അയ്യോ, സോറി. പൊന്നു തമ്പുരാൻ തന്ന വിളക്കല്ലയോ, അത് അങ്ങനെയൊന്നും കാണാതെ പോകത്തില്ലടാ. സത്യമുള്ള വിളക്കാ. ഞാൻ ഈ വിളക്കൊക്കെ അടിച്ചുകൊണ്ട് അങ്ങനെ മിക്ക അത്രയും തരം തരുന്ന പരിപാടി ഞാൻ കാണിക്കും അമ്മ. ഒരിക്കലും ഇല്ല.
പിന്നെ എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ ഞാൻ നാട് വിട്ട് പോകാൻ പോയതാ. ദയവായിട്ടാണ് ആ ഫോട്ടോ കാണിച്ചു തന്നെ. ഇനി അങ്ങനെ നാടിട്ട് പോടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ നാടിട്ട് പോടെ. എന്തായാലും ഈ വിളക്ക് ആദ്യമായിട്ടല്ല അല്ല നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. എടി ആദ്യമായിട്ട് എൻ്റെ ആളെയും മനസ്സ് തുറന്ന് പറഞ്ഞ് വിശ്വസിക്കാം. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. അതിന് ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചു. എന്തായാലും അളിയും വന്നല്ലോ, വലിയ സന്തോഷം. നീ ഒരു 101 നേരത്തെ ഇട്. ഇങ്ങനെ ഇട്ടാ മതിയാ? 1 2 നീ വേണ്ടൊരു 101. നീ ചില്ലറയല്ല പറഞ്ഞത്. വിഷമമില്ല. ഞങ്ങൾ കൂടുതലൊന്നും പറഞ്ഞില്ല. നമ്മളൊന്നും പറഞ്ഞില്ല. ആ. ഒരു അല്ലെങ്കിൽ തന്നെ ഒരു വിളക്കിന്റെ പിന്നെ എന്തിനാണ് അടി കൊടുക്കുന്നത് അല്ലേ? Alien versus Alien.